ഡേറ്റിംഗ് സംസ്കാരം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാവുകയാണ്. സ്ത്രീയും പുരുഷനും സ്വതന്ത്രമായി സൗഹൃദം പങ്കിടാനും പരസ്പരം മനസ്സിലാക്കാനും, എന്തിനു പറയുന്നു, സല്ലപിക്കാനും പ്രണയിക്കാനുമെല്ലാം ഡേറ്റിംഗ് ആപ്പുകൾ അവസരം ഒരുക്കുന്നുണ്ട്. സൈബറിടത്തെ ഈ സൗഹൃദങ്ങൾക്ക് യാതൊരു പരിധിയും ഉണ്ടാകില്ല. എന്തും തുറന്നു പറയാം. ചാറ്റിലൂടെ സംസാരിക്കും, തുടർന്ന് ഫോൺ കോളോ നേരിട്ട് കാണലോ ആവാം. അതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യവും ഇഷ്ടവും അനുസരിച്ചാണ്. എന്നാൽ ഇതിൻ്റെ മറവിൽ നടക്കുന്ന ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ചതിയും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട മലപ്പുറം സ്വദേശിനിയായ യുവതി ചതിക്കപ്പെട്ടൊരു കഥ എല്ലാവർക്കും ഒരു തിരിച്ചറിവാകേണ്ടതാണ്. ഇതുപോലെ നിരവധി പെൺകുട്ടികൾ സൈബറിടത്തെ ഈ സൗഹൃദക്കെണിയിൽ വീഴുന്നുണ്ട്. എന്താണ് ഇത്തരം ആപ്പുകളിലെ ഏർപ്പാട്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഈ സമീപകാലത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു ഡേറ്റിംഗ് ആപ്പാണ് ബംബിൾ. വ്യക്തികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകിയാൽ മാത്രമേ അതിൽ ലോഗിൻ ചെയ്യാനാവൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ബംബിളിൽ സൗഹൃദം തേടിയെത്തുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മറവിൽ നടക്കുന്ന ചതിയുടെ കഥ പലരും തിരിച്ചറിയാറില്ല. ബംബിൾ ആപ്പിൽ വ്യക്തിവിവരങ്ങൾ തെറ്റായി നൽകി യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. മലപ്പുറം സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്തത് ഈ ആപ്പിലൂടെ പരിചയപ്പെട്ട ആളാണ്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. കേസിൽ കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശി അനന്തകൃഷ്ണനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായ യുവതിയെയാണ് അനന്തകൃഷ്ണൻ ഡേറ്റിംഗ് ആപ്പായ ബംബിൾ വഴി പരിചയപ്പെട്ട ശേഷം പീഡിപ്പിച്ചത്. പൊറ്റമ്മലിലുള്ള ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോവുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയ അനന്തകൃഷ്ണൻ യുവതിയുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു. അതോടെയാണ് താൻ ചതിക്കപ്പെട്ട വിവരം യുവതി മനസ്സിലാക്കിയത്. പിന്നീട് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബംബിൾ ആപ്പ് വഴിയാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നും പിന്നീട് പൊറ്റമ്മലിലുള്ള ലോഡ്ജിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി അനന്തകൃഷ്ണനെ മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. അനന്തകൃഷ്ണൻ സമാന രീതിയിൽ കൂടുതൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോൺ അടക്കം അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആപ്പുകളിൽ വ്യക്തികൾ സ്വന്തം വിശദാംശങ്ങളെല്ലാം തെറ്റായി നൽകി യുവതികളെ വശീകരിക്കുന്നതാണ് രീതി. ആപ്പിലെ വിവരങ്ങളെല്ലാം നോക്കി തൽപരരായ വ്യക്തികൾ ഇവരെ ബന്ധപ്പെടുന്നു. ചാറ്റിലൂടെ സംസാരിക്കും, തുടർന്ന് ഫോൺ കോളോ നേരിട്ട് കാണലോ എല്ലാം ആവാം. അതെല്ലാം താല്പര്യവും യോജിപ്പും തോന്നുന്നതിനനുസരിച്ചായിരിക്കും. പിന്നീട് ലൈംഗികമായി പോലും ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. പോലീസിൽ നിന്നോ CBIയിൽ നിന്നോ മറ്റ് അന്വേഷണ ഏജൻസിയിൽ നിന്നോ എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ എന്തായിരിക്കും ചെയ്യുക? സാധാരണക്കാരായ നമ്മളൊക്കെ ആദ്യം ഒന്ന് ആശങ്കപ്പെടും. അവരുടെ ID കാർഡുകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഭയം തോന്നാം. പിന്നീട് നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് നിയമവിരുദ്ധ ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്ന് അവർ ആരോപിക്കും. പിന്നാലെ ഡിജിറ്റൽ അറസ്റ്റ്. ഇങ്ങനെ പറയുമ്പോഴേ ഓർത്തോണം വിളിക്കുന്നവർ വൻ തട്ടിപ്പുകാരാണെന്ന്. എന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് അറിയാത്ത മനുഷ്യർ ഇപ്പോഴും ഇവിടെയുണ്ട്. വയനാട് സ്വദേശിയായ IT ഉദ്യോഗസ്ഥനിൽ നിന്ന് വെർച്വൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. കേസിൽ 1 വർഷത്തിന് ശേഷം തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ സൈബർ പോലീസിൻ്റെ പിടിയിലായി. രാജസ്ഥാൻ സ്വദേശി ശ്രീരാം ബിഷ്ണോയിയെ
വയനാട് സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വെർച്വൽ അറസ്റ്റ് ചെയ്തതായി ഭീഷണിപ്പെടുത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. യുവാവിനെ തട്ടിപ്പുകാർ സ്കൈപ്പ് വഴി ബന്ധപ്പെട്ടു. തുടർന്ന് വിവിധ ബാങ്കുകളിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് വായ്പകൾ നേടിയതായി വിവരമുണ്ടെന്നും അതിന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തി. അറസ്റ്റ് ഒഴിവാക്കാനായി യുവാവിന്റെ അക്കൗണ്ടിലെ പണം അടുത്ത ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ സൈബർ പോർട്ടൽ വഴി പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പടിഞ്ഞാറത്തറ പോലീസ് കേസെടുക്കുകയും ചെയ്തു. യുവാവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രീ അപ്രൂവ്ഡായി ഉണ്ടായിരുന്ന വ്യക്തിഗത വായ്പാ തുക പ്രതികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് തട്ടിപ്പുകാർ ചെയ്തത്. തട്ടിപ്പുകാരുടെ ലൊക്കേഷൻ രാജസ്ഥാനിലെ പാക് അതിർത്തി പ്രദേശങ്ങളായ നോക്ക, ബുലാസർബാര എന്നിവിടങ്ങളിലാണെന്ന് സൈബർ പോലീസ് സംഘം മനസ്സിലാക്കി. തുടർന്ന് ഈ കേസിലെ പ്രതികളിലൊരാളായ ശ്രീറാം ബിഷനോയ് എന്നയാളെ ബിക്കാനീറിൽ നിന്നും പണം കൈമാറാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം പിടികൂടുകയായിരുന്നു. ബിക്കാനീർ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റോടെയാണ് ഇയാളെ വയനാട്ടിലെത്തിച്ചത്. മാനന്തവാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. മദ്യപിക്കാനും കടം വീട്ടാനും സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച പിതാവ്, അതും 50,000 രൂപയ്ക്ക്. കേട്ടാൽ ഉള്ളുലയ്ക്കുന്ന ഈ സംഭവം നടന്നത് കോട്ടയത്താണ്. അസം സ്വദേശിയായ പിതാവാണ് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത്. വിവരമറിഞ്ഞ് അമ്മ എതിർത്തതോടെ സംഭവം പുറത്തു വന്നു. പിന്നാലെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസിൽ അസം സ്വദേശിയായ കുഞ്ഞിൻ്റെ പിതാവടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. 3 പെൺകുട്ടികളുള്ള ബംഗാൾ സ്വദേശികളാണ് കുഞ്ഞിനെ വാങ്ങാൻ നീക്കം നടത്തിയത്. കേസിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മൂന്ന് മാസമായ ആൺകുഞ്ഞിനെ വിൽക്കാനാണ് അസം സ്വദേശിയായ പിതാവ് ശ്രമിച്ചത്. UP സ്വദേശിയായ അർമാൻ ഇടനിലക്കാരനായ ഡാൻസ് ഖാനൊപ്പം എത്തി. 50,000 രൂപയ്ക്ക് വിലയുറപ്പിച്ചായിരുന്നു കച്ചവടം. 1000 രൂപ മുൻകൂറായി വാങ്ങി. എന്നാൽ കുട്ടിയുടെ മാതാവ് എതിർത്തതോടെ അയൽവാസിയായ അസം സ്വദേശികൾ വിവരമറിഞ്ഞു. ഇവർ കുമരകം സ്വദേശിയായ കോൺട്രാക്ടറെ അറിയിച്ചതോടെ ഇയാൾ പോലീസിനെ വിളിച്ചു. ഇതോടെ കുമരകം പോലീസ് ഇടപെട്ട് കൈമാറ്റം തടഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന ബാർബർ ഷോപ്പിലെ ഒരു തൊഴിലാളിയാണ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ UP-കാരനായ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഈ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ കൂടി വേണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇതിനുള്ള ശ്രമം നടത്തിയത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവിന് 50,000 രൂപയുടെ കടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് 1000 രൂപയുടെ അഡ്വാൻസ് ഇന്നലെ വാങ്ങിയിരുന്നു. അതാണ് ആ മാതാവ് തൻ്റെ കൂടെയുള്ള ആളുകളെ അറിയിച്ചതും. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ചടുലമായ നീക്കത്തിലൂടെ ഈ 3 പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഒരേ കുമരകം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 3 പെൺകുട്ടികളാണുള്ളതെന്നും ഒരാൺകുട്ടി വേണമെന്ന ആഗ്രഹത്തിലാണ് കുട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചതെന്നും അർമാൻ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് കടം വീട്ടാനാണെന്ന് കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകി. മദ്യപാനത്തിനും പണം ആവശ്യമാണ്. 2 പേരുടെയും മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. കോട്ടയം ചെങ്ങളത്ത് തന്നെ ബാർബർ ഷോപ്പ് നടത്തുകയാണ് ഇടനിലക്കാരനായ ഡാനിഷ് ഖാൻ. ന്യൂസ് 18 കോട്ടയം. കൊട്ടാരക്കരയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാവാൻ 12 ലക്ഷം. നിലമേൽ NSS കോളേജിൽ ക്ലർക്കായി ജോലിക്ക് 33 ലക്ഷം. ഇങ്ങനെ കൊല്ലം കുളത്തൂപ്പുഴയിലെ CPM പ്രാദേശിക നേതാവ്
2 പേരിൽ നിന്ന് തട്ടിയ കണക്കു മാത്രമാണിത്. കുളത്തൂപ്പുഴ സ്വദേശി നിസാറും കൂട്ടരും നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. പോലീസ് കേസെടുത്തോടെ ഒളിവിൽ പോയ നിസാറിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു പലരിൽ നിന്നും പണം തട്ടിയത്. 2022 സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും 3 അക്കൗണ്ടുകളിലായി 12 ലക്ഷം രൂപയും 2023 ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിലമേൽ NSS കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച 33,37,000 രൂപയും തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കാതെ വരികയും നൽകിയ പണം തിരികെ ലഭിക്കാതെ വരികയും ചെയ്തതോടെ തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. ഇതോടെ നിസാർ വിദേശത്തേക്ക് കടന്നു. കേസെടുത്ത അഞ്ചൽ പോലീസ് നിസാറിനായി ലൂക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും വിമാനത്താവളങ്ങളിലുൾപ്പെടെ അറിയിപ്പ് കൈമാറുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നിസാറിനെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും പിന്നീട് അഞ്ചൽ പോലീസിന് കൈമാറുകയും ചെയ്തു. അഞ്ചൽ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. കുളത്തൂപ്പുഴയിലെ CPM ലോക്കൽ കമ്മിറ്റി അംഗം, DYFI വില്ലേജ് പ്രസിഡന്റ്, KSKTU വില്ലേജ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നിസാർ കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. സ്ഥാപനത്തിൽ നിന്നും ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നതോടെ പാർട്ടി നേതൃത്വം നിസാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഡെപ്പോസിറ്റ് ചെയ്യാത്ത തുകയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ചതിനും നിസാറിനെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത നിസാറിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം. ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? അവരെ കൊലപ്പെടുത്തിയ ശേഷം സെബാസ്റ്റ്യൻ മൃതദേഹം എവിടെ മറവ് ചെയ്തു? അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് അറിയാവുന്ന ചില സ്ത്രീകളുടെ മൊഴികളാണ് കേസിൽ നിർണായകം. പ്രതി സെബാസ്റ്റ്യനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഐഷയുടെ സുഹൃത്തുക്കൾ പോലീസിനോട് എല്ലാം വിശദീകരിച്ചു. ഐഷയുടെ വാരനാട്ടെ വീട്ടിലും സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ്. അയാൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. സാക്ഷികളെയും സെബാസ്റ്റ്യനെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യത്തിന് ശേഷം സെബാസ്റ്റ്യനുമായ അന്വേഷണ സംഘം ആദ്യമെത്തിയത് ഐഷയുടെ വീട്ടിലാണ്. ഐഷയുടെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ സെബാസ്റ്റ്യന് ആ വീടുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. വലിയ പോലീസ് സന്നാഹമാണ് സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നത്. ചേർത്തല SHO ലൈസാദ് മുഹമ്മദിനോട് സെബാസ്റ്റ്യൻ അവിടെ വന്നു പോകാറുള്ളതിനെക്കുറിച്ച് വിവരിച്ചു. റോസമ്മയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു പ്രതി എന്നതിനെക്കുറിച്ച് തൊട്ടടുത്ത വീട്ടിലെ റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബും പോലീസിനോട് പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തന്നെയും സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി അവർ വ്യക്തമാക്കി. പിന്നീട് മുൻ പെൺസുഹൃത്തായ റോസമ്മയുടെ വീട്ടിലേക്ക്. സെബാസ്റ്റ്യൻ, ഐഷ എന്നിവരുടെ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് റോസമ്മ പോലീസിനോട് പറഞ്ഞു.
കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയെയും മകനെയും അടക്കം അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളായ സ്ത്രീകൾ സെബാസ്റ്റ്യന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തി. മുൻ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് വ്യത്യസ്തമായി വികാരാധീനനായാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അയാൾ പറഞ്ഞതും സമ്മതിച്ചതുമായ കാര്യങ്ങൾ പിന്നീട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. തൃപ്പൂണിത്തറ ഉദയംപേരൂരിലെ CPM പ്രാദേശിക നേതാവ് പങ്കജാക്ഷൻ എന്തിനാണ് ജീവനൊടുക്കിയത്? സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ മുൻ ലോക്കൽ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചതിലാണ് ചില സംശയങ്ങളും ദുരൂഹതയും. പങ്കജാക്ഷന്റെ ആത്മഹത്യ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. പാർട്ടിക്ക് സഹായിക്കാമായിരുന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ കൈയൊഴിഞ്ഞു. ഇതാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. തൃപ്പൂണിത്തുറ നടക്കാവിലെ CPM നേതാവ് പങ്കജാക്ഷന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പങ്കജാക്ഷന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പാർട്ടി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രസാദും പങ്കജാക്ഷനുമായി ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. ആ ഇടപാടുകൾ നിയമപരമായിരുന്നു എന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് നേരിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാം പാർട്ടിക്ക് പരാതിയും അറിയുന്ന സാഹചര്യത്തിൽ പോലും CPM ഭരിക്കുന്ന ആ സൊസൈറ്റി അദ്ദേഹത്തിന് 1 രൂപയുടെ ഇളവ് ആ ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 1 രൂപയുടെ ഇളവ് CPM ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ പാർട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തായിരുന്നു സമീപനം എന്നുള്ളത് വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. ചില പ്രശ്നങ്ങളുടെ പേരിൽ പങ്കജാക്ഷനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും CPM ഊരുവിലക്കിയിരുന്നെന്നും ആരോപണമുണ്ട്. പങ്കജാക്ഷനെയും ഭാര്യ ഭാസുരാദേവിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. പാർട്ടി നടപടിക്ക് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ദിവസമാണ് പങ്കജാക്ഷന്റെ ആത്മഹത്യയെന്നാണ് ആരോപണം. അദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദയംപേരൂരിൽ ലോക്കൽ കമ്മിറ്റി കൂടിയുണ്ടായി. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഇദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് തന്നെ ഏകദേശം ഊരുവിലക്ക് നടത്തുന്ന നിലയ്ക്ക് കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മൃതദേഹത്തിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചു. അന്വേഷണത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്നും അതിനകത്ത് 2-3 പേരുകളുണ്ട് എന്നും എന്നാൽ പാർട്ടിയെ കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്, അതിനകത്തെ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുകൊണ്ട് ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് CPM നടക്കാവ് പാർട്ടി ഓഫീസിലെ വായനാമുറിയിൽ പങ്കജാക്ഷനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. പാവങ്ങളും സാധാരണക്കാരുമായ ജനങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് സമ്പാദിക്കുന്ന പണം നിക്ഷേപിക്കുന്ന സ്ഥലമാണ് സഹകരണ ബാങ്കുകൾ. അങ്ങനെയുള്ളവരുടെ പണം കൊള്ളയടിച്ചാൽ ഗതി പിടിക്കുമോ? കേരളത്തിലെ ചില സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പിന് പിന്നിൽ രാഷ്ട്രീയ നേതാക്കളാകാം.
എന്നാൽ പലപ്പോഴും കരുവാകപ്പെടുന്നത് ഉദ്യോഗസ്ഥരാണെന്നതാണ് വാസ്തവം. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറിൻ്റെ മരണം പല ചോദ്യങ്ങളും ഉയർത്തുകയാണ്. ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയതിൻ്റെ പേരിൽ സസ്പെൻഷനിലായ അനിൽകുമാറിനെ കഴിഞ്ഞ പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ അന്വേഷണം നടക്കുമ്പോഴുണ്ടായ ആത്മഹത്യ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വെള്ളനാട് വെള്ളൂർക്കോണത്തെ വീടിന്റെ പിൻവശത്തെ പ്ലാവിൽ ഇന്ന് പുലർച്ചെയാണ് അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലോൺ എടുക്കുകയും ആ പണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് അനിൽകുമാറിനെതിരെ ഉയർന്നത്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി സസ്പെൻഷനിലായിരുന്നു അനിൽകുമാർ. കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ബാങ്ക് പ്രസിഡന്റായിരുന്ന കാലത്താണ് അനിൽകുമാറിനെ ബാങ്കിൽ നിയമിച്ചത്. പിന്നീട് ശശി കോൺഗ്രസ് വിട്ട് CPM-ലെത്തി. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുമായി. ശശി പറഞ്ഞിട്ട് ലോൺ നൽകിയെന്നും പ്രതിസന്ധിയായപ്പോൾ കൈവിട്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ മാസങ്ങളിൽ 2 ആത്മഹത്യകൾ നടന്നിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്ന ആനാട് ശശി കഴിഞ്ഞ ആഗസ്റ്റിലാണ് ആത്മഹത്യ ചെയ്തത്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച 1.62 കോടി രൂപ കോൺഗ്രസ് നേതാക്കൾ തട്ടിയെടുത്തതിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളെ മാനസികമായി തളർത്താം. ചിലർക്കത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയാണ്. എന്നാൽ മരണശേഷവും ആ കുടുംബം വേട്ടയാടപ്പെടുകയാണെങ്കിലോ? കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ കുടുംബം വീഴ്ത്തുന്ന കണ്ണീരുണ്ടല്ലോ, അതങ്ങനെ മായ്ച്ചു കളയാവുന്നതല്ല. നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചത് എങ്ങനെ അവർക്ക് പൊറുക്കാൻ കഴിയും? ഇതോടെ നവീൻ ബാബുവിൻ്റെ കുടുംബം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, PV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് മാനനഷ്ട കേസ് നൽകിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കും TV പ്രശാന്തനുമെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് നൽകിയത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുതിയ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ ADM-ന് കൈക്കൂലി നൽകിയെന്നാണ് PP ദിവ്യ ആരോപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് മാനനഷ്ട കേസ് കുടുംബം പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിലെ പ്രധാന പ്രതികളായ ഇവർക്കെതിരെ അന്വേഷണ സംഘവും വിശദമായ ചോദ്യം ചെയ്യലോ അന്വേഷണമോ നടത്തിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ ആരോപണമുണ്ട്. പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് നവീൻ ബാബുവിനെ മാനസികമായി പ്രതികൾ പീഡിപ്പിച്ചാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കുടുംബത്തിന്റെ ആരോപണം. പണം നൽകിയെന്ന് പറയുന്ന പ്രശാന്തിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം പത്തനംതിട്ടയിൽ ഹർജി സ്വീകരിച്ച കോടതി PP ദിവ്യയും പ്രശാന്തനും അടുത്ത മാസം ആദ്യം ഹാജരാകാൻ സമൻസ് അയച്ചിട്ടുണ്ട്. ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ന്യൂസ് 18 പത്തനംതിട്ട. ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നടന്ന കവർച്ച. അതീവ സുരക്ഷയുള്ള മ്യൂസിയത്തിൽ നിന്ന്
കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ എങ്ങനെ മോഷ്ടിച്ചു എന്നത് ഏവരെയും ഞെട്ടിച്ചു. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന വിമർശനവും ഉയർന്നു. ഇതോടെ കള്ളന്മാർക്ക് വേണ്ടി ഊർജിതമായ അന്വേഷണം നടന്നു. കേസിൽ ഒടുവിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയുടെ 895 കോടിക്ക് മേൽ മൂല്യമുള്ള 8 ആഭരണങ്ങളാണ് പ്രതികൾ വെറും മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിച്ചത്. മൊണാലിസ ചിത്രമടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ 33,000-ലധികം അമൂല്യ വസ്തുക്കളുടെ ശേഖരം. പാരീസിലെ ലൂവ്ർ മ്യൂസിയം കവർച്ചാ കേസിൽ 2 പേർ അറസ്റ്റിലായി. അൾജീരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചാൾസ് ഡി ഗൗൾ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇതിലൊരാൾ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫ്രഞ്ച് തലസ്ഥാന നഗരിയുടെ വിഖ്യാത മുഖമുദ്രകളിലൊന്നായ ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് പട്ടാപ്പകൽ 895 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ കളവ് പോയത്. നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയായ യൂജീനി ചക്രവർത്തിനിയുടെ ആഭരണങ്ങളാണിവ. 4 പേരടങ്ങുന്ന സംഘം വെറും 7 മിനിറ്റുകൾക്കുള്ളിലാണ് ലോകത്തെ ഞെട്ടിക്കുന്ന ഈ മോഷണം നടത്തിയത്. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന സംഭവങ്ങളാണ് അന്ന് ലൂവ്ർ മ്യൂസിയത്തിൽ അരങ്ങേറിയത്. ഞായറാഴ്ച 4 പേരടങ്ങുന്ന മോഷ്ടാക്കളുടെ സംഘം മ്യൂസിയത്തിലേക്ക് എത്തുന്നു. 2 പേർ ബൈക്കിൽ പുറത്ത് കാത്തു നിൽക്കുന്നു. 2 പേർ സാഹസിക ദൗത്യം ഏറ്റെടുത്ത് അകത്തേക്ക് കടക്കുന്നു. മ്യൂസിയം തുറന്ന് അരമണിക്കൂർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സൈൻ നദിക്ക് സമാന്തരമായുള്ള ഗാലറി ഓഫ് അപ്പോളോയുടെ ബാൽക്കണിയിലേക്ക് ഒരു ഇലക്ട്രിക് ലാഡർ ചാരിവെച്ച് 2 പേർ കയറുന്നു. കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാല തകർത്ത് മ്യൂസിയത്തിനുള്ളിൽ കടന്നു. അകത്തു പ്രവേശിച്ച മുഖംമൂടിധാരികൾ വജ്രാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് ആഭരണങ്ങൾ എടുത്തു. സാവധാനം തത്രപ്പാടുകളൊന്നുമില്ലാതെ മോഷണം നടത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തിരികെ അതേ ഗോവണിയിൽ കൂടിയിറങ്ങി ബൈക്കിൽ രക്ഷപ്പെട്ടു. 9 ആഭരണങ്ങൾ മോഷ്ടാക്കൾ കൈക്കലാക്കിയെങ്കിലും തിരികെ ഓടുന്നതിനിടെ ഒരെണ്ണം താഴെ വീണു. അതവിടെ ഉപേക്ഷിച്ചാണ് കള്ളന്മാർ കടന്നു കളഞ്ഞത്. ഫ്രഞ്ച് സർക്കാരിന്റെ തന്നെ നാണക്കേടായ മോഷണത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലാകുന്നത്. ഇവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശനിയാഴ്ച കസ്റ്റഡിയിലായ ഇവർ 96 മണിക്കൂറുകൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. അമേരിക്കയുടെ FBI അടക്കം അന്വേഷണത്തിൽ പങ്കാളികളാണെന്നാണ് സൂചന. കവർച്ച നടന്ന സ്ഥലത്തു നിന്ന് വിരലടയാളങ്ങൾ, DNA കഷ്ണങ്ങൾ, മറ്റ് നിശബ്ദ തെളിവുകൾ എന്നിവയുൾപ്പെടെ 150-ലധികം ട്രേസ് സാമ്പിളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മോഷണത്തിനെത്തിയ 4 പേർക്ക് പുറമെ കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്നിലുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമയം രാത്രി 12 മണി. വീട്ടുകാരെല്ലാം നല്ല ഉറക്കത്തിലാണ്. അപ്പോഴാണ് വലിയൊരു ഉഗ്ര ശബ്ദം കേട്ടത്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീടിന് മുന്നിൽ തീപിടുത്തം. കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ. കൊല്ലം പുനലൂർ സ്വദേശി ജിജി ലൂക്കോസിന്റെ വാഹനമാണ് കത്തി നശിച്ചത്. ഉടൻ പോലീസും ഫയർഫോഴ്സും എത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. കഴിഞ്ഞ രാത്രി വൈകിട്ട് 8 മണിയോടുകൂടി പള്ളിയിൽ പോയി മടങ്ങി വന്ന ശേഷം കുടുംബം വാഹനം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തതാണ്. പിന്നീട് 12 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരമറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ അണച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാർ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. വീടിന്റെ മുൻഭാഗത്തേക്ക് തീ പടർന്നെങ്കിലും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. അലമുക്കി പള്ളിയിൽ നിന്ന് വീട്ടിൽ വരെ വന്നതേ ഉള്ളൂ, പള്ളിയിൽ പോയതേ ഉള്ളൂ. അത് 6 മണിക്ക് ഇവിടുന്ന് വണ്ടി പോയി പള്ളിക്ക് 2.5 മണിക്കൂർ കിടന്നു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഓടി ഇവിടെ കൊണ്ടുവന്നിട്ട് 8:30 വണ്ടി ഇവിടെ കൊണ്ടിട്ടു. ഇഞ്ച ഭാഗം വണ്ടി പൂർണ്ണമായിട്ട് ഫ്രണ്ട് എല്ലാം കത്തി നശിച്ച്, ഫ്രണ്ട് ടയർ, ഇഞ്ച ഭാഗം, ബാലറി
കട്ടിംഗ് റാഷ്, ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി. അങ്ങനെ വണ്ടി പൂർണ്ണമായിട്ട് ഇനി ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ കത്തി നശിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആസൂത്രിതമായ ആക്രമണമെന്നാണ് സംശയം. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വീട്ടുടമ ജിജിയോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആരെങ്കിലും കാറിന് തീയിട്ടതാകാമെന്നാണ് നിഗമനം. പുനലൂർ. ഭക്ഷണം പാകം ചെയ്യുന്നതും വീട് വൃത്തിയാക്കുന്നതുമൊക്കെ സ്ത്രീകളുടെ പണിയെന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ളവരുടെ കാഴ്ചപ്പാട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം അവിടുത്തെ രീതി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഭാര്യയും ഭർത്താവും മാറി മാറിയാണ് കുക്കിങ്ങും ക്ലീനിങ്ങുമെല്ലാം. ഇവിടുത്തെ പോലെ വീട്ടിൽ കിടന്ന് വിശ്രമിക്കാമെന്ന് പുരുഷന്മാർ കരുതുകയും വേണ്ട. അമേരിക്കയിൽ ഇന്ത്യൻ വംശജരുടെ ഒരു വീട്ടിലുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വീട് വൃത്തിയാക്കാത്തതിന് ഭർത്താവിനെ യുവതി കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. എന്നാൽ തർക്കത്തിനിടെ കത്തിയുമായി തിരിഞ്ഞപ്പോൾ അബദ്ധത്തിൽ ഭർത്താവിൻ്റെ ശരീരത്തിൽ കൊണ്ടെന്നാണ് ഭാര്യയുടെ മൊഴി. കേസിൽ ഇന്ത്യക്കാരിയായ അധ്യാപിക ചന്ദ്രപ്രഭ സിംഗിനെ കരോളിന പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവ് വീട് വൃത്തിയാക്കാതിരുന്നത് തെറ്റുതന്നെയാകാം എന്നു കരുതി ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യണമായിരുന്നു എന്ന് ടീച്ചർ തന്നെ ഒന്ന് ചിന്തിക്കും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.